ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു 7 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ മിച്ചം വന്ന ചപ്പാത്തിയാണ്. നമുക്കിങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ ചപ്പാത്തിയാണെങ്കിൽ നമുക്കൊരു 4 5 മതിയാവും. ഞാനിത് ചെറിയ ചപ്പാത്തി ആയതുകൊണ്ട് 7 എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇപ്പം നമ്മളിവിടെ നീളത്തിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ചപ്പാത്തിയുടെ അളവും അതുപോലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 5 മുട്ട നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെക്കാം. അപ്പം നമ്മളിവിടെ 5 മുട്ടയും പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. പാൻ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ. നമുക്ക് ഈ മുട്ടയെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ചെറിയ രീതിയിലൊന്ന് ചിക്കിയെടുത്താൽ മതി, ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട. ഇതുവരെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും വേകാത്ത ഭാഗത്തെ മുട്ടയെല്ലാം കൂടെ വന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ആ രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ചിക്കിയെടുത്താൽ മതി. ഇതുപോലൊന്ന് ചിക്കിയെടുത്താൽ മതി. നമുക്ക് ഒരു ഹാഫ് ബോയിൽഡ് പരുവത്തിൽ, ഒത്തിരി നന്നായിട്ട് വേവിക്കണ്ട. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് ചതച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണിത്. ഇതിന് പകരം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മളിതിനകത്ത് പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എരിവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറിയ 2 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പകരം ഒരു വലിയ തക്കാളി എടുത്താലും മതി. അത് നമുക്ക് ഈ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടിത് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെറുതായിട്ട് ചിക്കി മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചിക്കി എടുക്കണം, നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇതൊന്ന് ഹാഫ് ബോയിൽഡ് അല്ലായിരുന്നു, ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിലും പിന്നെ ഈ മസാലകളെല്ലാം ഈ മുട്ടയിൽ പിടിക്കുന്ന രീതിയിലും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ മുട്ടയിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചപ്പാത്തിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയും നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ വീട്ടിൽ നമുക്ക് മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാക്കി തരും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ ഇവിടെ നന്നായിട്ടത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവിയുടെ കൂട്ടത്തിൽ ഒരു ചട്ടകവും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടകവും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടിങ്ങനെ കുത്തി കൊടുക്കണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഇവിടെ കൊത്ത് ചപ്പാത്തി ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കറക്റ്റാണ്, അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇപ്പോൾ പാത്രത്തിൽ സെർവ് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സോസും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊത്ത് ചപ്പാത്തിയാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. ചപ്പാത്തിയൊക്കെ മിച്ചം വരുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊത്ത് ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.